നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. UK എന്നൊരു രാഷ്ട്രമുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ അവിടെ ഉപരിപഠനത്തിനായും ഉപരിപഠനവും സൈഡ് തൊഴിലുമൊക്കെ ഒരു ഭാഗത്ത് തൊഴിലുമൊക്കെ കണ്ട് പാർട്ട് ടൈം ജോബൊക്കെ കണ്ടെത്തി ഉപരിപഠനം മുന്നോട്ട് കൊണ്ടുപോകുന്ന രാഷ്ട്രമാണ് UK. ഫ്രാൻസിൽ നിന്നടക്കം നിരവധി അഭയാർത്ഥികൾ വന്നുകൊണ്ടേയിരിക്കുന്ന ഫ്രാൻസ്, ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ നിരവധി ഇംഗ്ലീഷ് ചാനൽ മറികടന്ന് ദിവസം പ്രതി നിരവധി അഭയാർത്ഥികൾ വന്ന് അവിടുത്തെ ഈ അഭയാർത്ഥി കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് UK. യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തു ചാടി ബ്രെക്സിറ്റ് നടപ്പാക്കി പുറത്തു ചാടിയ രാജ്യമാണ് UK. ഒരു ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾ, ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുള്ളതും മുസ്ലിങ്ങളടക്കം മൈനോറിറ്റി ആയിട്ടുള്ള ഒരു രാജ്യമാണ് UK. ഇപ്പോഴിതാ ഇതൊക്കെ ഇതെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ രംഗത്തെത്തിയിരിക്കുകയാണ്. UKയും ഇസ്രായേലും തമ്മിൽ കടുത്ത അടി തുടങ്ങിയിരിക്കുകയാണ്. എന്നാണ് ഇസ്രായേൽ UKക്കെതിരെ ആയുധങ്ങൾ കൊണ്ട് മറുപടി പറയുക എന്ന് നമുക്കും വ്യക്തമല്ല. കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രൂക്ഷമായ ഭാഷയിലാണ് ബ്രിട്ടനെ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമ്മോടൊപ്പം ഹരികൃഷ്ണനുണ്ട്. എന്താണ് ആ വിമർശനങ്ങൾ? കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും അല്ലേ? ശരിക്കും അത്തരം വിമർശനം കടുത്ത ഭാഷയിലെ വിമർശനങ്ങളാണല്ലേ. നെതന്യാഹു അങ്ങനെ പറയണമെങ്കിൽ, അതായത് ലോകത്തെ ഏറ്റവും വലിയ ചാര സംഘടനയുടെ മേധാവിയായി പിന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയെ വന്ന ബെഞ്ചമിൻ നെതന്യാഹു അല്ലേ. നെതന്യാഹുവിന് അറിയാത്ത ഒരു കാര്യവും കാണില്ല. കഴിഞ്ഞൊരു ചർച്ചയിൽ ഹരികൃഷ്ണൻ പറയുന്നത് കേട്ടു, എന്തോ ഒരു ചെറിയൊരു വിഷയത്തിനാണ് രണ്ടുപേർ ഈ മൊസാദിൻ്റെ രണ്ട് വിഭാഗ തലവന്മാരെ നിർദ്ദക്ഷിണ്യം എടുത്ത് പുറത്ത് കളഞ്ഞത് അല്ലേ, സാക്ക് ചെയ്തു. അങ്ങനെ വളരെ കൃത്യമായ വിവരങ്ങൾ അറിയുന്ന ലോകത്തിൻ്റെ ചാരൻ, ലോകത്തെ നമ്പർ 1 ചാരൻ എന്നറിയപ്പെടുന്ന ഇസ്രായേൽ അവരുടെ കണ്ണിലെ കരടായി UK മാറുകയാണെങ്കിൽ എന്തോ ഒരു ദുരൂഹതയുണ്ടല്ലേ. എന്തായിരിക്കും ആ വിഷയം? UK നമ്മൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം പ്രസിദ്ധമായത് ഗ്രൂമിംഗ് ഗ്യാങ്സിൻ്റെ സംഭവത്തിലൂടെയാണ്. ഗ്രൂമിംഗ് ഗ്യാങ്സ്, പാകിസ്ഥാനി സിറ്റിസൺസ് അവരുടെ കുട്ടികളുൾപ്പെടെ ഏകദേശം 1.5 ലക്ഷത്തിൽ 2 ലക്ഷത്തോളം ആൾക്കാരെ മതം മാറ്റുവാൻ വേണ്ടിയിട്ട് ലൈംഗികമായി ഉപദ്രവിക്കുകയും കുട്ടികളുൾപ്പെടെ ഉപദ്രവിക്കുകയും അവർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. ഇതിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ഇവർ ചെന്ന് പരാതിപ്പെടുമ്പോൾ നിഷ്കരണം ഈ ഉദ്യോഗസ്ഥരടക്കം തള്ളിക്കളയായിരുന്നു ഈ കുട്ടികളുടെ അടക്കമുള്ള പരാതി. അത് പിന്നീട് 1.5 ലക്ഷത്തിലേക്ക് ആയപ്പോഴാണ് ലോകം അറിഞ്ഞത്. അങ്ങനൊരു അവസ്ഥയിൽ യൂറോപ്പ് പരിവർത്തനം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. UK മാത്രമല്ല, യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളും, അയർലൻഡ് UKയുടെ ഭാഗമാണ്. അപ്പം വലിയ പ്രശ്നമാണ്. അപ്പം ഇങ്ങനെ ഫ്രാൻസ് ആയിക്കോട്ടെ, ജർമ്മനി ആയിക്കോട്ടെ, എല്ലാ ഇൻഡിഫാദ മൂവ്മെൻ്റ് ഒക്കെ അവിടെ നമ്മൾ ഈ അടുത്ത സമയത്ത് കണ്ടതാണ്. പലസ്തീനിലൊക്കെ നടന്ന മൂവ്മെൻറ്റാണ്. വളരെ വർഗീയമായിട്ടുള്ള ഫനാറ്റിക് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ജർമ്മനിയിൽ നടക്കുന്നു, സ്പെയിനിൽ വലിയ കുടിയേറ്റം നടക്കുന്നു. അതോടൊപ്പം തന്നെ ഫിൻലാൻഡൊക്കെ തുറന്നു പറയേണ്ടി വന്നു, ഞങ്ങൾ പാകിസ്ഥാൻ്റെ ഈ പ്രാന്തപ്രദേശമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെയുള്ള പാർക്കുകളായിക്കോട്ടെ, നിരത്തുകളായിക്കോട്ടെ, ഇവര് കച്ചവടത്തോടൊപ്പം അവര് നിസ്കരിക്കുകയാണ്. തെരുവുകൾ ബ്ലോക്ക് ചെയ്ത് നിസ്കരിക്കുകയാണ്. അങ്ങനെ നിസ്കരിക്കുന്നു, വലിയ ഉച്ചത്തിൽ ഉച്ചഭാഷണിയിൽ ഈ ബാങ്ക് വിളിക്കുന്നു. ഇങ്ങനെ യൂറോപ്പിനെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നെതന്യാഹു പറഞ്ഞത് ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറുന്നു എന്ന്. UK ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറുന്നു എന്ന് നെതന്യാഹു പറയുകയുണ്ടായി. അത് UKയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെയധികം പരിതാപകരമാണ്. 1967 7 days വാറൊക്കെ നടന്ന സമയത്ത് അവിടുത്തെ പത്രങ്ങൾ, UKയുടെയൊക്കെ പത്രങ്ങൾ അന്ന് ഇസ്രായേലിനെ അനുകൂലിക്കുകയായിരുന്നു. ജോർദാനെതിരെയും ഈജിപ്തിനെതിരെയും ഒക്കെ അന്നത്തെ നടത്തിയ യുദ്ധത്തിൽ അനുകൂലിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് പാലസ്തീനെയാണ് അവർ അനുകൂലിക്കുന്നത് എന്നുള്ളതാണ്. പാലസ്തീനെ വളരെ കൃത്യമായി സപ്പോർട്ട് ചെയ്യുന്നു. പാലസ്തീൻ്റെ ഹമാസ് ഭീകരവാദത്തെ പോലും ഒളിഞ്ഞും തെളിഞ്ഞും സപ്പോർട്ട് ചെയ്യുന്നു. അത് ഈ പാകിസ്ഥാനി ജേർണലിസ്റ്റ് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും പാകിസ്ഥാനി ജേർണലിസ്റ്റുകളുടെ ഒക്കെ സാന്നിധ്യമാണ് ഇതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട്. വലിയ പാരമ്പര്യം ഉണ്ടായിരുന്ന പത്രങ്ങളും വാർത്താമാധ്യമങ്ങളുമാണ് UK കേന്ദ്രീകരിച്ചത്. നമുക്കറിയാം BBC ഒക്കെ
ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റ് കമ്പനിയൊക്കെ എത്ര ശക്തമാണ് ലോകത്തിലെ പക്ഷേ മാധ്യമം എന്ന നിലയിൽ ഇപ്പോഴത് കാണാൻ കൊള്ളാത്തൊരു ഇതായി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവരുടെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ക്രെഡിബിലിറ്റി തന്നെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ മകൻ റൊഡോൾഫ് ചർച്ചിലൊക്കെ ഉണ്ടായിരുന്ന മാധ്യമങ്ങളാണ് ഇത്. അത് ഒരു മാപ്രാ സംസ്കാരത്തിലേക്ക് ഈ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. മാത്രമല്ല UK കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും ഈ നിലയിലേക്ക് കൺവെർട്ടഡ് ആകുന്നു എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭയാനകമായ ഒരു സംഭവം. നാളെ ഒരു ഭീകരവാദത്തിൻ്റെ ഹബ്ബായിട്ട് യൂറോപ്പ് മാറും എന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള ഒരു സംശയവുമില്ല. അവർ ഈ രീതിയിലാണ് അതിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. വളരെ ന്യൂനപക്ഷമായിട്ട് വന്നതിന് ശേഷം ഇവിടെ പെരുകിക്കൊണ്ടേയിരിക്കുകയാണ്. അവരുടെ നിയന്ത്രണത്തിൽ യൂറോപ്പിനെ കൊണ്ടുവരികയാണ്. യൂറോപ്പിനെ ഇവർ പറയുന്നത് പോലെ കേട്ടില്ല എങ്കിൽ ആക്രമിക്കപ്പെടും എന്നുള്ള സാഹചര്യത്തിലാണ് ഇനി UK ഒരു ഭരണം പോലും പിടിക്കുന്നത് ഇസ്ലാമിക ശക്തികളായിരിക്കുമെന്ന്. നിയന്ത്രിച്ചില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും UK കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. ഈ മുൻ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ അടക്കം ഈ ഗ്രൂമിംഗ് ഗ്യാങ്സിനെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. UK ആഭ്യന്തരമന്ത്രി അടക്കം മുൻ സർക്കാരിലെ ആഭ്യന്തരമന്ത്രി അടക്കം ഈ ഒരു കെയർ സ്റ്റാമറിന് കീഴിലുണ്ടായിരുന്ന ആഭ്യന്തരമന്ത്രി അടക്കം ഇത്തരം ഗ്രൂമിംഗ് ഗ്യാങ്സിനെതിരെ ഒരുപാട് പാർലമെൻറ്റിലടക്കം ഒരുപാട് പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. നിയമം കർക്കശമാക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും തെരുവിലൊക്കെ, കാരണം UK ഒരുപാട് കൊച്ചു കുട്ടികൾ വരെ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥ. അത് ഇന്ത്യക്കാരാണെങ്കിൽ പിന്നെ നോക്കുകയും പറയുകയും വേണ്ട. ഈ കുട്ടികളൊക്കെ ഇപ്പം ഒറ്റയ്ക്ക് പുറത്തു വിടാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. രാത്രി പുലർച്ചെ 5 മണിയിലൊക്കെ UK ബാറുകളൊക്കെ തുറന്നിരിപ്പുണ്ട്. പക്ഷേ അതനുസരിച്ച് ജനങ്ങൾക്കുള്ളൊരു സുരക്ഷിതത്വം, സംരക്ഷണം നൽകാൻ UK സർക്കാരിനാകുന്നില്ല എന്ന പരാതി വ്യാപകമാണ്. മറ്റൊരു പക്ഷത്താണ് ഈ നമ്മളീ പറയുന്നില്ല അഭയാർത്ഥി ക്യാമ്പുകളിൽ താമസിക്കുന്ന ഈ ഇതര വംശജർ, ഈ മുസ്ലിം അടക്കമുള്ള പാകിസ്ഥാനികൾ, ആഫ്രിക്കക്കാർ, ഇവരെല്ലാവരും പല വീടുകളിൽ അതിക്രമിച്ച് കയറുന്നു, അതിക്രമിച്ച് താമസിക്കുന്നു. വീട്ടുകാരെ അടിമകളാക്കി വെച്ച് മാസങ്ങളോളം അവിടെ അവർ ആ മയക്കുമരുന്ന് അല്ലെങ്കിൽ തന്നെ ചില വീട്ടിൽ ചെന്നിട്ട് അവരെ മയക്കുമരുന്ന് അടിമകളാക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് മയക്കുമരുന്ന് ഇഞ്ചെക്ട് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ സിനിമയിലൊക്കെ അല്ലെങ്കിൽ ഈ ഹൊറർ അല്ലെങ്കിൽ ഈ ഫിക്ഷൻസിലൊക്കെ നോവലിലൊക്കെ വായിച്ചു കേട്ടതാണ്. പക്ഷേ UK ഇപ്പോൾ അതൊക്കെ സ്ഥിരമായി നടക്കുന്നുണ്ട്. അവിടെ ഈ വീടുകളിലൊക്കെ ചെന്ന് മയക്കുമരുന്ന് കുത്തിവെച്ചിട്ട് 1-2 പേരൊക്കെ വീട്ടിൽ താമസിക്കുക, അവരെ മയക്കുമരുന്ന് അടിമകളാക്കി ഇവർ ആ വീടങ്ങ് കൈയടക്കുന്ന ഒരു പ്രവണത. അപ്പം ഈ ഹോംലെസ് പീപ്പിൾ അവരാണല്ലോ, അഭയാർത്ഥികൾക്ക് വീടില്ലല്ലോ, അവർക്ക് വേണ്ടി പലയിടത്തും അഭയകേന്ദ്രങ്ങൾ തുറന്നിട്ടുണ്ട്. പക്ഷെ ഇവരെല്ലാം UK അങ്ങ് ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷെ നമുക്കിവിടെ നോക്കുമ്പോൾ സുന്ദര ബ്രിട്ടൻ, സുന്ദര UK അല്ലേ, പണം തരും, പൗണ്ട് എന്ത് ചെയ്താലും പൗണ്ട് കിട്ടുന്ന രാജ്യം എന്നൊക്കെയാണ് നമ്മുടെ മനസ്സിൽ. ചെന്നിറങ്ങുന്നവരുടെ അന്തം വിടുകയാണ്. അവിടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ അവർ വിറയ്ക്കുകയാണ് ഇപ്പോൾ. അല്ല, പലരും ഒരു റിവേഴ്സ് മൈഗ്രേഷൻ UK നിന്ന് നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണവും ഇതൊക്കെ തന്നെയാണ്. UK പഴയതുപോലെയുള്ള ഒരു അവസ്ഥയില്ല. സാമ്പത്തികമായി ശുഷ്കമായിക്കൊണ്ടിരിക്കുകയാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഒരു രാജ്യം. അപ്പം അങ്ങനെ ആ ഒരു രാജ്യത്തിലേക്ക് ഇപ്പം കെയർ സ്റ്റാമറിൻ്റെ കാര്യം പറഞ്ഞു. കെയർ സ്റ്റാമർ പോലും ആദ്യ സമയത്ത് ഈ ഗ്രൂമിംഗ് ഗ്യാങ്സ് വളരുന്ന സമയത്ത് വേണ്ടത്ര ഗൗനിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ അങ്ങനൊരു അവസ്ഥയിലേക്ക് ഇംഗ്ലണ്ട് മാറില്ലായിരുന്നു, UK മാറില്ലായിരുന്നു. പക്ഷെ അത് ശ്രദ്ധിക്കുവാൻ വേണ്ടിയിട്ട് ഇവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇതിനെ കൂടുതൽ ഇതിനെ കൾട്ടിവേറ്റ് ചെയ്യാൻ, കൂടുതൽ ഇതിനെ പുരോഗമിപ്പിക്കുന്ന രീതിയിലേക്കുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ, ഇസ്ലാമോഫോബിക്കായി തങ്ങൾ ചിത്രീകരിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയവും ഇതിനകത്തേക്ക് ഉണ്ടായിരുന്നു. ആ ഭയത്തെ വളരെയധികം ഉപയോഗിച്ചു. അതായത് ഈ പ്രീണന രാഷ്ട്രീയം എക്കാലത്തും ഒരു വലിയ ആപത്തിലേക്ക് പോകും എന്ന് കൃത്യമായിട്ട് ഇപ്പോൾ നമ്മുടെ ഭാരതത്തിനകത്തേക്ക് ഈ പ്രീണന രാഷ്ട്രീയം അതിര് കടക്കുന്ന ഒരവസ്ഥയെത്തി. ഇപ്പോഴതിനൊരു വലിയ മാറ്റമുണ്ട്. ഭാരതം വളരെ കൃത്യമായി ഇവരെ നിയന്ത്രിക്കുവാൻ, ഇനി എന്തൊക്കെ തന്നെ നിങ്ങൾ പറഞ്ഞാലും ഈ കുടിയേറ്റക്കാരായിട്ടുള്ള 300 കോടി രൂപയാണ് ഈ ബംഗ്ലാദേശിൽ നിന്നും മറ്റ് പല ഭാഗങ്ങളിലൊക്കെ രോഹിംഗ്യൻ അഭയാർത്ഥികൾ വർഷാവർഷം ഈ മയക്കുമരുന്നിൻ്റെ വിപണനത്തിൽ കൂടി സംഘടിപ്പിക്കുന്നു. ലോകവ്യാപകമായ മയക്കുമരുന്നിൻ്റെ വിപണനത്തിൻ്റെ വലിയ പങ്ക് ഇത്തരം ഈ ഇസ്ലാമിക് ഫോഴ്സുകളുടെ കയ്യിലാണ്. പാകിസ്ഥാനിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ നീണ്ടു കിടക്കുന്ന നമ്മുടെ കൊക്കൈൻ മറ്റു കാര്യങ്ങളുടെയൊക്കെ കൃഷിയും മറ്റു കാര്യങ്ങളും, കറുപ്പിൻ്റെയൊക്കെ കൃഷിയും മറ്റു കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ അവരതിനെ മാനുഫാക്ചർ ചെയ്തെടുത്ത് അവരവരുടേതായ രീതിയിലേക്ക് മാറ്റിയെടുത്തൊക്കെ കൊക്കൈനും മറ്റു കാര്യങ്ങളുമൊക്കെ നിർമ്മിക്കുന്നുണ്ട്.
അതിൻ്റെ കറയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ളതാണ്. ഈ രീതിയിൽ ആശിഷ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വേറൊരു രീതിയിലാണ് അവരിതിനെ പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ അതിൻ്റെ ഒരു വ്യവസായം പോലെ തന്നെ നമുക്ക് പാകിസ്ഥാനിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ ലോകത്തിലെ മയക്കുമരുന്ന് വിപണനത്തിൻ്റെ ഒരു വലിയ പങ്ക് ഇവർക്ക് ഈ ഇസ്ലാമിക രാജ്യങ്ങൾക്ക്, ഇത്തരത്തിലുള്ള പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായി ആ രാജ്യങ്ങളെ നമ്മൾ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും അവിടെ നിന്നുള്ള കുടിയേറ്റങ്ങളെ നമ്മൾ പരമാവധി തടസ്സം ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്ത്യ നമ്മൾ CAA കൊണ്ടുവന്നപ്പോൾ എന്തോ ഒരു എതിർപ്പായിരുന്നു, എന്തുകൊണ്ട് പാകിസ്ഥാനി മുസ്ലിങ്ങളെ നമ്മളിവിടെ കൊണ്ടുവരുന്നില്ല എന്നുള്ളത്. അതിലൊരു കാരണം ഇതാണ്, വലിയ രീതിയിൽ ഈ മയക്കുമരുന്നിൻ്റെ ലോക വിപണിയെ നിയന്ത്രിക്കുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇവിടെ മതേതരത്വം പറഞ്ഞു നടക്കുന്ന ആൾക്കാരെ ഈ മതേതരത്വം എന്നല്ല, അവരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഈ മതേതരത്വത്തെ കൂട്ടുപിടിക്കുന്ന ആൾക്കാരെ മൈൻഡാക്കാത്തതിൻ്റെ കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയും അതിൻ്റെ ജനാധിപത്യത്തെയും സംരക്ഷിക്കേണ്ട നമ്മളാണ്. മറ്റൊരു രാജ്യത്തിനത് കഴിയില്ല. അപ്പം എന്നിട്ട് പോലും ഭാരതത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ഒരു ഭീകരവാദ ക്യാമ്പുകൾ നടത്തി ഈ ഉൾഫ അടക്കമുള്ള ഭീകരവാദികളെ ചേർന്നുകൊണ്ട് വലിയ സാങ്കേതികമായി മികച്ചു ഇങ്ങനെ ഒക്കെ പല രാജ്യങ്ങളും. അപ്പം നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം ഈ പറഞ്ഞ പോലെ ഈ UK കേന്ദ്രീകരിച്ച് നടത്തുന്ന ഇത്തരത്തിലുള്ള വലിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെ എല്ലാം ഈ ചുക്കാൻ പിടിക്കുന്നത് ഈ ഭീകരവാദികളാണ്. അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിർദാക്ഷിണ്യം വീടുകളിലേക്ക് കടന്നു കയറിയതിന് ശേഷം UK സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പരിവർത്തനത്തിൻ്റെ ഘട്ടവും കൂടിയാണ്. അവിടെ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആൾക്കാർ കുടുംബ സംസ്കാരത്തിലേക്ക് അവർ തിരിച്ചു വരുന്നു. നേരത്തെ ഒന്നും ഉണ്ടായിരുന്ന രീതിയല്ല. ഭാരതത്തെ പോലെ ഒരു കുടുംബ സംസ്കാരം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അതുണ്ടെങ്കിൽ മാത്രമേ സമൂഹത്തെ നിലനിർത്താൻ കഴിയുള്ളൂ എന്ന ബോധ്യം വന്ന ആ ജനത പരിവർത്തനത്തിലേക്ക് പോകുമ്പോഴാണ് ഇടുത്തി പോലെ നേരത്തെ ചെയ്തു വച്ചിരുന്ന ഈ ഇസ്ലാമിക് ഇൻവേഷൻ അവിടെ ഉണ്ടാകുന്നത്. ആ ഇൻവേഷൻ ആ രാജ്യത്തെ തകർത്ത് കളയുന്ന, യൂറോപ്പിനെ ആകമാനം തകർത്ത് കളയുന്ന ഒരവസ്ഥയിൽ, വിഴുങ്ങാൻ വേണ്ടി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ഈ പ്രൈവസി ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് UK കാർ. നമ്മുടെ കഴിഞ്ഞ തവണത്തെ ഓണാഘോഷം പല പ്രവിശ്യകളിലും കൗണ്ടികളിലും അവർ തടഞ്ഞു. കാരണം പരസ്യമായിട്ട്. പിന്നെ ദീപാവലി ആഘോഷങ്ങൾ ഈ പരസ്യമായിട്ട് നമ്മൾ ദീപങ്ങൾ കത്തിക്കുന്നതും ഈ പൂത്തിരി കത്തിക്കുന്നതും ഒക്കെ അവർ എതിർത്ത് അതത് കൗൺസിലുകൾ അതിനെ നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കുകയും ചെയ്തു. കാരണം അവർക്ക് ഈ പരസ്യമായ ഓരോ ഷോയും ഒരുപാട് ബഹളം ഉണ്ടാക്കുന്നു, അവരുടെ പ്രൈവസി ഇല്ലാതാക്കുന്ന പരാതി. പക്ഷേ ഇത്തരം ഈ ഗ്രൂമിംഗ് ഗ്യാങ്സിനെതിരെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, അതിൻ്റെ പിന്നിലും ഇവരാണ്, അതിൻ്റെ ഗൂഢശക്തികൾ ഇവരാണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ പരസ്യമായിട്ടുള്ള നിസ്കാരം തടയണ്ടേ? പരസ്യമായിട്ട് പരിപാടിയൊക്കെ നടക്കുന്ന, ആഘോഷം നടക്കുന്ന വർഷത്തിൽ ഒരിക്കലേ ഉണ്ടാവുള്ളൂ. ഇത് ദൈനംദിനം എന്നോണം നടക്കുകയാണ്. UK പാർക്കുകൾ കഴിഞ്ഞ 2 മാസം മുമ്പാണ് അവിടുത്തെ ചെറിയ നമ്മുടെ പെട്ടിക്കട എന്ന് പറയും, ചെറിയ ഷോപ്പുകൾ. ഈ ഷോപ്പുകളിലൊക്കെ അവർ പരിശോധന നടത്തുകയും അനുസരിതമായിട്ട് ഒരുപാട് ഇടപാടുകൾ കണ്ടെത്തുകയും ചെയ്തു. ഇതെല്ലാം ഇത്തരം രാജ്യങ്ങളിൽ നിന്നും ഇങ്ങനെ കുടിയേറി വന്ന ബംഗ്ലാദേശ്, പാകിസ്ഥാനികൾ ഇവരൊക്കെയാണ് ആ കച്ചവടം നടത്തുന്നത്. സലൂണുകൾ ഗൾഫിൽ പോയി അവരെ വിശ്വസിച്ച് കേട്ടില്ല. ഒരു സമയത്ത് UAE ഇവരുടെ ഒരു പാക് പൗരന്മാർ അവിടെ എത്തുന്നത് തന്നെ അവർ താൽക്കാലികമായി നിർത്തി വെച്ചിരുന്നു. ഇവർ കിടന്ന് വലിയ ബഹളമൊക്കെ വെച്ചു, എന്നിട്ടും വിട്ടൊന്നും കൊടുത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും പാകിസ്ഥാനികളെ ഒരല്പം അകലത്തിൽ നിർത്തിയാണ് നോക്കുന്നത്. ഇപ്പോൾ ഇറാൻ നോക്കൂ, ഇറാൻ എങ്ങനെയാണ് പാകിസ്ഥാനോടുള്ളൊരു സമീപനം. അപ്പോൾ പാകിസ്ഥാൻ എന്ന രാജ്യത്തിനെ എല്ലാവരും തന്നെ ഭയപ്പെടുന്നത് ഇസ്ലാമിക രാജ്യമായതുകൊണ്ട് മാത്രമല്ല, ഭീകരതയുടെ കളിത്തൊട്ടിൽ ആയതും കൂടി കൊണ്ടാണ്. സ്വാഭാവികമായും അവിടെ നിന്ന് വരുന്ന ഇസ്ലാമിക് ഫോഴ്സിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നം തന്നെയാണ്. ഇത്തരമൊരു ഇസ്ലാമിക ഭീകരത നമ്മൾ പറയുമ്പോൾ ആ ഒരു ഭീകരത വരുന്നത് തന്നെ ആ ഒരു കോർണറിൽ നിന്നുമാണ്. ഇപ്പം അഫ്ഗാനായാലും ഇറാനായാലും അത് ഇറാഖായാലും പാകിസ്ഥാനായാലും യൂറോപ്യൻ രാജ്യമായ തുർക്കി ആയാലും തന്നെ ഗതികേടിന് തുർക്കി അവിടെ യൂറോപ്യൻ കൺട്രികളിലൊന്ന് മാറി. തുർക്കി 70 കിലോമീറ്റർ ബോർഡർ ഇറാനിൽ നിന്ന് പൗരന്മാർ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച രാജ്യമാണ്. വളരെ ശക്തമായ ഫെൻസിങ് ആണ് നടത്തിയത്. ആൾമോസ്റ്റ് 305 കിലോമീറ്ററാണ് ഇവരുമായിട്ടുള്ള ബോർഡർ. അതിൽ ഏകദേശം എല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്, ഫെൻസിങ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ 70 കിലോമീറ്റർ ദൈർഘ്യം പെട്ടെന്ന് കയറാൻ പറ്റുന്ന, അക്സസ് ചെയ്യാൻ പറ്റുന്ന ഭാഗത്ത് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയത്. അതേസമയം ഇംഗ്ലീഷ് ചാനൽ മറികട കഴിഞ്ഞ ഒരു ബോട്ടിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് റെക്കോർഡിട്ട് 130 അഭയാർത്ഥികൾ ഒരു ബോട്ടിൽ ഇംഗ്ലീഷ് ചാനൽ മറികടന്ന് UK-ലെത്തി. അതെ, ഫ്രാൻസും UK തമ്മിൽ കരാറൊക്കെ ഉണ്ടായി. ഈ അതായത് ഘട്ടം ഘട്ടമായി അവിടുന്ന് 100 പേര് വന്നാൽ ഇവിടുത്തെ 100 പേരെ ഫ്രാൻസിലേക്ക് തിരിച്ച് ഡീപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും നടപ്പാകുന്നില്ല.
ഇപ്പോൾ സ്പെയിനിൽ പോലും നടപ്പാകുന്നില്ലല്ലോ, തിരിച്ച് അയക്കാൻ നോക്കിയിട്ട് വരും. ഇങ്ങോട്ട് വരവേ ഇൻകമിങ്ങേ ഉള്ളൂ, അവിടെ നിന്ന് ഔട്ട് ഗോയിങ് ഇല്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് എനിക്കൊന്ന് പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ ഭാരതത്തിലൊക്കെ ചെയ്ത ഈ ദ്രോഹത്തിൻ്റെ, അതായത് അളവില്ലാത്ത അല്ലേ നിസ്സീമമായ ദ്രോഹത്തിൻ്റെയൊക്കെ ഫലം ഇപ്പോഴേക്കും അവർ അനുഭവിക്കുന്നത് അല്ലേ. ഭാരതം അവരെ വ്യാപകമായിട്ട് സൂര്യനസ്തമിക്കാത്ത രാഷ്ട്രമായിരുന്നല്ലോ, ആണെന്നാണല്ലോ ഇപ്പോഴും വൈപ്പ്. പക്ഷേ അത് മൊത്തം ഇവരിങ്ങനെ ജിഹാദികളും ഇവരെല്ലാം ചേർന്ന് കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ പൂർണ്ണമായും. അവർക്ക് സൂര്യപ്രകാശം കിട്ടാത്തൊരവസ്ഥയിലാണ് അവരെ ഇരുട്ടറയിലേക്ക്, ശുദ്ധവായും കിട്ടാത്തൊരവസ്ഥ, അവർ ഇരുട്ടറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. നമുക്ക് പ്രത്യാശിക്കാം, കാരണം അവിടുത്തെ ജനത ഒരു തെറ്റും ചെയ്യാത്തവരാണ്. പക്ഷേ ഇത്തരമുള്ള അവിടുത്തെ കുട്ടികൾ, എത്രയോ കുട്ടികൾ മരണപ്പെട്ടു പോയിട്ടുണ്ടല്ലേ ഇവിടെ അതിക്രമങ്ങൾ കാരണം. ഇതിലൊന്നും അവിടുത്തെ സിസ്റ്റത്തിന്, ഭരണകൂടത്തിനൊരു കൺസേണുമില്ല എന്നുള്ളതാണ് ഒരു വല്ലാത്തൊരു രാഷ്ട്രീയം, ഒരു അഗ്ലി പൊളിറ്റിക്സ് എന്ന് പറയും. പ്രീണനം ഓവറായാൽ ഇതാണ്. അതെ, എന്തായാലും ഇതിൽ നിന്നും ഒരു മറികടക്കാനായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളും അതിൽ നിന്ന് ബ്രെക്സിറ്റ് അടിച്ച UK-യും ബ്രിട്ടനൊക്കെ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. തീർച്ചയായും. നമസ്കാരം.